7.7 കോടി രൂപ വകയിരുത്തുന്നു. വികസന പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും പുതിയ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന് 4.3 കോടി രൂപയും ഉൾപ്പെടെ ആകെ 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളം പൂർണ്ണമായി ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കീഴിലായത് ഈ സാമ്പത്തിക വർഷത്തിലാണ്. എല്ലാ തരത്തിലുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഡിനോമിനേഷനുകൾ ഇപ്പോൾ ഇ സ്റ്റാമ്പായി തന്നെ നൽകി വരുന്നു. വെണ്ടർമാർക്ക് ട്രഷറിയിൽ പോകാതെ തന്നെ സ്റ്റാമ്പ് ലഭ്യമാക്കുകയും ഇടപാടുകൾക്ക് ആവശ്യാനുസരണം സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. സ്റ്റാമ്പിന്റെ ലഭ്യത, കൃത്യത, സുരക്ഷ തുടങ്ങിയ ഇടപാടുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഈ സ്റ്റാമ്പിംഗ് നൽകിയത് വഴി നടപ്പാക്കാനായിട്ടുണ്ട്. സർ, KFC സർ, ഈ കാലയളവിൽ KFCയുടെ ഓഹരി മൂലധനം 300 കോടിയിൽ നിന്നും 600 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KFCയുടെ ഓഹരി മൂലധനം 200 കോടി രൂപ വർദ്ധിപ്പിച്ച് 800 കോടിയായി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കും. സർ, KFC നടത്തുന്ന വിവിധ പരിപാടികളുണ്ട്. അതിനകത്ത് ഈ 10 പേർക്കെങ്കിലും നേരിട്ട് ജോലി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ 3% സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി 5% പലിശ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 2886 ലോണുകളായി വ്യവസായ സംരംഭങ്ങൾക്ക് 892.71 കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ ഏകദേശം 25,000 പേർക്ക് പ്രത്യക്ഷമായും 30,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 10 കോടി രൂപ വരെ കൊടുക്കുന്ന കാംസ്, 10 കോടി രൂപ വരെ അനുവദിക്കുന്ന രീതിയിൽ KFC നടപ്പിലാക്കിയിട്ടുള്ള 79 സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതി, അതിനകത്ത് 850 പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്. ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങൾ ഇതിലുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടിയിൽ നിന്ന് 250 കോടിയായി സർക്കാർ ഉയർത്തി. ഇപ്പോൾ അടച്ചു തീർത്ത മൂലധനം 200 കോടിയായിട്ടുണ്ട്. KSFEയുടെ വിറ്റുവരവ് സർ ഇതിനകം 91,000 കോടിയായിട്ടുണ്ട്. സർ, 2021 മെയ് മുതൽ 3275 പേർക്ക് PSC വഴി നിയമന ഉത്തരവ് നൽകുകയും അതിൽ 2500 പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, 683 ശാഖകളായിട്ട് വിപുലമായി അതിന്റെ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ്. സർ, ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, ഓൺലൈൻ പണാഭരണം പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കൂട്ടി സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ മിഷൻ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി, യുവജന ക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും. സ്റ്റുഡന്റ് സേവിംഗ് സ്കീം വിപുലീകരിക്കും. സർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യക്കുറി തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായി ഒരു കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ്. സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കുന്നതാണ്. തെറ്റായ എഴുത്ത് ലോട്ടറി, കോട്ടൺ കളി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. സർ, ഇൻഷുറൻസ് വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സാങ്കേതിക സഹായത്തോടുകൂടി കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് മാനേജ്മെന്റ് സിസ്റ്റം തയ്യാറാക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1000 കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട്. കൂടാതെ 1307.53 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി 765.65 കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി 876.68 കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2238.26 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർ, മെഡിസെപ്പ് സർ, ജീവനക്കാരും പെൻഷൻകാരുമായി 11 ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസെപ്പ് പദ്ധതിയിലൂടെ പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്നത് 30 ലക്ഷത്തോളം പേർക്കാണ്. സർ, യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഏത് പ്രായത്തിലുള്ളവരും അംഗങ്ങളാക്കുന്ന മെഡിസെപ്പ് പദ്ധതിയിലൂടെ നാളെ വരെ 8.79 ലക്ഷം ക്ലെയിമുകളായി 1668 കോടി രൂപ അംഗീകരിച്ച് നൽകി. ഇതിൽ 1564 കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. സർ, മെഡിസെപ്പ് പദ്ധതി തുടരുന്നത് സംബന്ധിച്ച് അതിന്റെ അഗ്രിമെന്റ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പ്രതിനിധികളുമായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ്. സർ, ജീവനക്കാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. സർ, സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഈ വർഷം ഇതിനായിട്ട് 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സംസ്ഥാനത്തെ ദിവസന വേതന കരാറുകാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്. സർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച UPS
യൂണിഫൈഡ് പെൻഷൻ സ്കീം, ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോടുകൂടി പരിശോധിച്ച് അൻഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷന്റെ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. റവന്യൂ വകുപ്പ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,80,887 പട്ടയങ്ങൾ ഉൾപ്പെടെ നൽകി ഈ ഡിജിറ്റലൈസേഷന്റെയും ഈ ഓഫീസിന്റെയും വിശദമായ കാര്യങ്ങൾ ചെയ്തതാണ്. റവന്യൂ വകുപ്പിന്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ കൂടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ കൂടെ സഹായത്തോടെ ഇതുവരെ 514 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ആധുനിക സൌകര്യങ്ങളോടെ സ്മാർട്ട് ഓഫീസുകളായി മാറ്റുന്നതിന് 54 കോടി രൂപ വകയിരുത്തുന്നു. കമ്പ്യൂട്ടർവൽക്കരണ പ്രവർത്തനത്തിന് 26.5 കോടി രൂപ വകയിരുത്തുന്നു. സർവേയും ഭൂരേഖയും വകുപ്പിന് 5.58 ലക്ഷം ഹെക്ടർ ഡിജിറ്റലായി അളക്കുവാൻ കഴിഞ്ഞു. 12.6 കോടി രൂപ ഭൂരേഖാ സേവന സംവിധാനങ്ങളുടെ സംയോജന പദ്ധതിക്കായിട്ട് മാറ്റിവെക്കുന്നു. സർവേ ഓഫീസുകളുടെ ആധുനിക സൌകര്യത്തോടുകൂടി റെക്കോർഡ് റൂം സ്ഥാപിക്കുന്നതിന് 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സുഗമവും സമയബന്ധിതമായ നിർവഹണം പൂർത്തിയാക്കുന്നതിനായി MADP എന്ന ഹെഡിന്റെ കീഴിൽ 310.92 കോടി രൂപ മാറ്റിവെക്കുന്നു. KDISC സംസ്ഥാനത്ത് വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നവീന രീതികൾ സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നാണ് കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ ലക്ഷ്യം. നോളജ് എക്കോണമി മിഷനിലൂടെ സംസ്ഥാനത്തെ നോളജ് എക്കോണമിയിലേക്ക് നയിക്കുക എന്നതും ഈ ഏജൻസിയുടെ ലക്ഷ്യമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി KDISCനുള്ള വിഹിതം 50 കോടിയായി വർദ്ധിപ്പിക്കുന്നു. നവകേരളം കർമ്മപദ്ധതി 2, ഹരിതകേരളം, ആർദ്രം, ലൈഫ്, വിദ്യാകരണം എന്നീ മിഷനുകളുടെ ഉൾപ്പെട്ട നവകേരള കർമ്മപദ്ധതിക്ക് പ്രവർത്തനങ്ങൾക്കായി 9.2 കോടി രൂപ വകയിരുത്തുന്നു. ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകൾ വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഗമമാക്കുന്ന സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ട പദ്ധതിക്ക് 3 കോടി രൂപ മാറ്റിവെക്കുന്നു. കോറിയിലെ ജലം കൃഷിയിടങ്ങളിലേക്കെന്നുള്ള സോളാർ പമ്പിംഗ് സംവിധാനം ഉൾപ്പെടെ ചെയ്യുന്ന പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സംസ്ഥാനത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമായിട്ടുള്ളവർക്ക് മെൻസ്ട്രുവൽ കപ്പ് നൽകുന്ന പദ്ധതിക്ക് ഹരിതകേരള മിഷന് 3 കോടി രൂപ അനുവദിക്കുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ 2 കോടി രൂപ അനുവദിക്കുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആകെ 1000 കോടി രൂപ ഈ വർഷത്തേക്ക് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സർക്കാർ പ്രസ്സുകളുടെ നവീകരണത്തിന് അത്യന്താധുനിക പ്രസ്സുകൾ യന്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 5.45 കോടി രൂപ വകയിരുത്തുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സാർവത്രികമായ ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ കേരളത്തിൽ വിവിധ പദ്ധതികൾ വിശദീകരിച്ചുള്ളതിനെപ്പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മുൻഗണനാ കാർഡും നൽകുന്നതിനെപ്പറ്റി ഞാനതെല്ലാം വായിക്കുന്നില്ല. 1662 റേഷൻ കടകളെ കെ സ്റ്റോറുകളായി നിലവാരം ഉയർത്തി. റേഷൻ കടകളിൽ നേരിട്ടെത്തി സാധനങ്ങൾ കൈപ്പറ്റാൻ കഴിയാത്ത കിടപ്പ് രോഗികളെ ഉൾപ്പെടെവർക്ക് സൌജന്യമായ റേഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. സർ, വിവിധ പദ്ധതികളായിട്ട് ഉള്ള വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട്. പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് വിപണി ഇടപെടലിന്റെ പദ്ധതി ഏതൊരു വിഹിതം ഉൾപ്പെടെ ആകെ 2063 കോടി രൂപ 2063.99 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെ വിഹിതത്തേക്കാൾ 131.51 കോടി രൂപ അധികമാണ്. ഇന്ത്യയിലെ ജനങ്ങളിൽ ഏകദേശം 2 ഭാഗം പേർക്ക് സബ്സിഡി നിരക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനായി 56.57 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് 15 കോടി വകയിരുത്തുന്നു. വിഭവ സമാഹരണം. കോടതി ഫീസ് പരിഷ്കരണമാണ്. കോടതി ഫീസുകൾ പരിഷ്കരിച്ചിട്ട് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിലെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ഫീസുകളിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തേണ്ടതും അനിവാര്യമാണ്. ഇതിലേക്കായി സർക്കാർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ VK മോഹൻ അധ്യക്ഷനായി ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി.